നീ എന്തിനാ ഞങ്ങളുടെ വീട്ടിലോട്ട് വന്നു കയറിയ? ഞങ്ങളുടെ വീട്ടുകാരോട് തന്നെ എന്തിനാ ബന്ധം പുലർത്തിയ? എന്നെ എന്തിനാ അതിലേക്ക് വലിച്ചിട്ട്? പറയ് ശിവാനി, പറയ്. എന്താന്ന് വെച്ചാൽ നീ എന്റെ ഭർത്താവാണ്. ഞാൻ വാശി കാണിച്ച് താലി കെട്ടിയവനല്ലേ. എന്റെ കൂടെ ജീവിക്കണമെന്നുള്ള ആഗ്രഹം അന്ന് നിനക്ക് ഒട്ടുമില്ലായിരുന്നു. എന്നെ വിട്ടു പോകാമായിരുന്നു. എന്നിട്ടും എന്തിനാണ് എന്റെ കൂടെ തന്നെ നിൽക്കുന്നത്? ത്രിവിക്രമന്റെ കൂടെ വീണ്ടും ഒന്നിപ്പിക്കാമെന്ന് കരുതിയ സമയത്ത് നീ വേണ്ടെന്ന് പറഞ്ഞില്ല. അതെന്തിനാ? അത് കാരണം എന്താണെന്ന് അറിയോ? അതിന്റെ പിറകിൽ നിനക്ക് വേറെ ഉദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു. നീ എന്തിനാണ് എന്റെ വീട്ടിലേക്ക് വന്നത്? എന്തിനാ എന്റെ പുറകെ കൂടിയത്? എന്നെ എന്തിനാ കല്യാണം കഴിച്ചത്? പറയ്, എല്ലാം പറയാ. ഒന്ന് പറയ് ശിവാനി. ഞാൻ പറയാം തൃശൂൽ. നിന്നോട് ഞാൻ എല്ലാം പറയാം. ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നത് തന്നെ നിനക്ക് വേണ്ടിയാ. നിന്നെ അന്വേഷിച്ചാണ് ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നത്. 24 വർഷം നിന്നെ തേടി അലയുകയായിരുന്നു ഞാൻ. ശരിക്കും ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു തൃശൂൽ. അവസാനം ഞാൻ നിന്നെ കണ്ടെത്തി. എനിക്ക് നിന്നെ തിരിച്ചു കിട്ടി. തൃശൂൽ, നീ വേറെയാണ്, ഞാനും നീ തമ്മിലുള്ള ബന്ധമേ വേറെയാണ്. അതല്ലേ, എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. നീ അതിപ്പോ പറഞ്ഞേ മതിയാവൂ. എനിക്കത് കേട്ടേ പറ്റൂ. പറയ്. അത് പറയ് ശിവാനി, പറയാൻ. നീ നാഗലോകത്തിന്റെ മഹാരാജാവാണ്. എന്റെ പ്രിയതമനായ ആദിശേഷനാണ്. നീ എന്തൊക്കെയാ പറയുന്നത്? ഞാൻ പറഞ്ഞത് മുഴുവൻ സത്യമാണ് തൃശൂൽ, സത്യമാണ്. ഇത് നിന്റെ പുനർജന്മമാണ്. നീ എന്റെ ആദിശേഷനാണ്. കഴിഞ്ഞ ജന്മത്തിൽ ചില ദുഷ്ടന്മാരിൽ നിന്നും നാഗമാണിക്യത്തെ രക്ഷിക്കാൻ നോക്കി നിന്റെ സ്വന്തം പ്രാണൻ തന്നെ കളഞ്ഞവനാ നീ. എന്നാൽ ആ മഹാദേവന്റെ കൃപാകടാക്ഷം കൊണ്ട് നീ ഈ ഭൂമിയിൽ വീണ്ടും പുനർജന്മം എടുത്തു വന്നു. നിന്റെ പുനർജന്മത്തെ കുറിച്ച് അറിഞ്ഞാണ് ഞാൻ നിന്നെ അന്വേഷിച്ച് ഭൂമിയിലേക്ക് വന്നത്, നിന്റെ വീട്ടിലേക്ക് വന്നത്. പക്ഷെ ഞാൻ എന്ത് ചെയ്യാനാ? നീയും ആ ത്രിവിക്രമം ഒരേ സമയത്താണ് ജനിച്ചത്. നിങ്ങൾ രണ്ടുപേരിൽ എന്റെ ആദിശേഷൻ ആരാണെന്നുള്ളത് എനിക്ക് മനസ്സിലായതേ ഇല്ല. അതറിയാനുള്ള ശ്രമത്തിനിടയിൽ എന്നെ അവർ ബന്ധനത്തിലാക്കി. 14 വർഷം ഞാൻ ദിഗ്ബന്ധനത്തിലായിരുന്നു. അവിടുന്ന് നിന്റെ സഹായം കൊണ്ടാണ് ഞാൻ പുറത്തേക്ക് വന്നത് തൃശൂൽ. പിന്നെ ഞാൻ എന്നെ അന്വേഷിച്ചു നടന്നു. അപ്പോൾ എന്റെ ഒപ്പം കൂടിയവനാണ് നീ. അപ്പോൾ പോലും നീയാണ് എന്റെ ആദിശേഷനെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. കല്യാണം കഴിഞ്ഞ് ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമാണ് സത്യം എല്ലാം എനിക്ക് മനസ്സിലായത്. നീയാണ് എന്റെ ആദിശേഷനെന്ന് ഞാൻ തിരിച്ചറിഞ്ഞത് അപ്പോഴാണ്. നീ പറയുന്നൊന്നും എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല. നീ ഒന്ന് കുറച്ച് ഉറക്കെ പറ. ഒന്നും കേൾക്കാൻ പറ്റുന്നില്ലേ? തൃശൂൽ, നീയാണ് എന്റെ ആദിശേഷൻ എന്നാണ് ഞാൻ പറഞ്ഞോണ്ടിരുന്നത്. നീ പറയുന്ന കാര്യം എന്തായാലും അതൊന്ന് ഉറക്കെ പറയേ. തൃശൂൽ, ഞാൻ ഉറക്കെ തന്നെയാണ് പറയുന്നത്. നീ നാഗലോകത്തിന്റെ മഹാരാജാവാണ്, ആദിശേഷനാണ്. ഒന്ന് വാ തുറന്ന് സംസാരിക്കേ. ചുണ്ട് മാത്രം എനിക്ക് ആളെ കളിയാക്ക. ഞാൻ നാഗിനിയായിരുന്നു എന്ന് നീ തന്നെ അവനോട് പറഞ്ഞാലും അവനത് വിശ്വസിക്കില്ല. നീ തൃശൂലല്ല, ആദിശേഷനാണ്. നോക്ക്, നീ മനുഷ്യനെ അല്ല, നീയും നാഗമാണ് തൃശൂൽ. നീ നാഗരാജാവാണ്. നീ എന്തൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എനിക്കൊന്ന് കേൾക്കുന്നില്ലെന്ന് പറഞ്ഞില്ലേ? ഒന്ന് ഉറക്കെ സംസാരിക്കു ശിവാനി. തൃശൂൽ, ഞാൻ ഉറക്കെയാണ് പറയുന്നത്. തൃശൂൽ, നീ ആദിശേഷനാണ്, നാഗരാജാവാണ്. എത്രയാന്ന് വെച്ച് ഇങ്ങനെ നാടകം കളിക്കാ? നീ എന്റെ ഭാര്യ ആവുന്നതിന് പകരം വല്ല നാടക കമ്പനിയിൽ പോയിരുന്നെങ്കിൽ കുറെ പൈസ ഉണ്ടാക്കാറുന്നല്ലോ. പറയേ, ഇനിയെങ്കിലും സത്യം പറയാൻ പറ്റുമല്ലയോ നിനക്ക്? തൃശൂൽ, ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെല്ലാം സത്യങ്ങളാണ്. പക്ഷെ ഞാൻ എന്ത് പറഞ്ഞാലും നിനക്കത് കേൾക്കാൻ പറ്റില്ല. കാരണം നിനക്ക് ശാപമേറ്റിരിക്കുകയാണ് തൃശൂൽ. ഞാൻ എന്താ ചെയ്യേണ്ടത് പരമേശ്വര? ഞാൻ എന്താ ചെയ്യേണ്ടത്? കള്ളം, മുഴുവൻ കള്ളുവാ. എന്തുമാത്രം കള്ളം പറയും നീ ശിവാനി? ഒരു കള്ളം മറയ്ക്കാനായിട്ട് വീണ്ടും വീണ്ടും കള്ളം പറഞ്ഞുകൊണ്ടിരിക്കല്ലേ? ഇങ്ങനെയാണെങ്കിൽ നിന്റെ ലൈഫ് മുഴുവൻ കള്ളം മാത്രമായിരിക്കും.
എല്ലാവരും ജീവിതത്തില് പ്രണയവും വാത്സല്യൊക്കെ നിറച്ചു നടക്കുമ്പോ നീയാണെങ്കിലോ കള്ളം മാത്രം നിറച്ചു നടക്കല്ലേ? തൃശൂൽ, ഞാൻ സത്യമാണ് പറയുന്നത്. നിനക്കത് മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ. ശരി, എന്നാ മനസ്സിലാക്കിത്താ. നിനക്ക് അവസാനത്തെ അവസരം ഞാനീ തരുന്നേ. എന്താ നിന്റെ ഉദ്ദേശം? നീ ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? നിന്നെ തേടിയാണ് ഞാൻ വന്നത്. നഷ്ടപ്പെട്ടു പോയ നാഗമാണിക്യം തിരികെ നാഗലോകത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. നീ എന്റെ ഭർത്താവാണ്, എന്റെ ആദിശേഷനാണ്. മടുത്തു നിന്റെ കാര്യത്തിലേ. കുറച്ച് വിശ്വാസം ഉണ്ടായിരുന്നു എനിക്ക്. എല്ലാം നഷ്ടപ്പെടുത്തി ഇപ്പൊ ഒരു വിശ്വാസമില്ല എനിക്ക്. എനിക്ക് നിന്റെ മുഖം കാണുന്ന പോലും ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാനൊരു തീരുമാനത്തിൽ എത്തിയിരിക്കാം. ഇന്ന് മുതല്, ഈ നിമിഷം മുതല് നിന്നോടുള്ള എന്റെ മനസ്സിലെ പ്രണയത്തെ ഞാൻ അവസാനിപ്പിക്കാം. എന്തുണ്ടായി തായേ? ജ്വാലമാലിനി തായേ, എന്താണിത്? ഞാൻ വേണ്ട വേണ്ട എന്ന് പറഞ്ഞ് ദൂരേക്ക് അകന്നിട്ടും നാഗമാണിക്യം എന്ന മോഹമാണിക്യത്തിന് മുന്നിൽ വീണ്ടും എന്നെ കൊണ്ടെത്തിക്കുകയാണോ? അതിന് സഹായത്തിനായി വന്ന 4 പേരും നിർഗുണ പരബ്രഹ്മം. ഓരോരുത്തർക്കും ഓരോ ഗുണമുണ്ടെന്ന് പറയുന്നു. അവരെ ഉപയോഗത്തിനല്ല, ഉപദ്രവത്തിനെ ഉപകരിക്കൂ. അവർക്ക് നാഗറാണിയെ പറ്റിയും നാഗമാണിക്യത്തെ പറ്റിയും യാതൊരു വിധത്തിലുള്ള അറിവും ഞാൻ നൽകുകയില്ല. അറിയിച്ചാൽ അവർക്ക് പിന്നെ എന്റെ ഉപയോഗം വരികയില്ല. ഇപ്പോൾ നാഗമാണിക്യം എവിടെന്ന് കണ്ടെത്തുകയാണ് എന്റെ ആവശ്യം. അത് ലഭിക്കുന്നതുവരെ നാഗറാണിയെ പറ്റി ഇവർക്ക് യാതൊരു അറിവും ഞാൻ നൽകുകയില്ല. ഇവരെ ആരെയും വിശ്വസിക്കാനാകില്ല. ഇവരെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഞാൻ എന്റെ ലക്ഷ്യം നേടിയെടുക്കുക തന്നെ ചെയ്യും. എന്റെ വഴി സുഗമമായി തീരണമെങ്കിൽ നാഗമാണിക്യം എനിക്ക് കണ്ടെത്തിയേ മതിയാകൂ. വഴി കാട്ടൂ ജ്വാലമാലിനി തായേ, വഴി കാട്ടൂ. എന്തിനാ തൃശ്ശൂൽ ഇങ്ങനെ സംസാരിക്കുന്നത്? നമ്മുടെ ഇടയിലുള്ള പ്രണയത്തെ നീ എന്തിനാണ് കൊല്ലുന്നത്? നീ ഇതുവരെ ചെയ്ത ചതിക്കെല്ലാം ഇതാണ് ശരിയായ ശിക്ഷ. തൃശ്ശൂൽ, ഞാൻ നാഗകന്യകയാണെന്നുള്ള സത്യം നിന്നിൽ നിന്ന് മറച്ചു വെച്ചു. പക്ഷേ ഒരു ഉദ്ദേശവും മനസ്സിൽ വെച്ചല്ല ഞാൻ നിന്നെ പ്രണയിച്ചത് തൃശ്ശൂൽ. ശരിയാണ്, ഇതെല്ലാം എന്റെ തെറ്റാണെന്ന് ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ എന്റെ പ്രണയം ഒരിക്കലും തെറ്റല്ല തൃശ്ശൂൽ. ഞാൻ ഒരിക്കലും നിന്റെ പ്രണയത്തിന് ദോഷം ചെയ്തിട്ടില്ല, ഒരിക്കലും ചെയ്യുകയില്ല. ഞാൻ ഒരു കാരണവശാലും നിനക്കോ നിന്റെ വീട്ടിലുള്ളവർക്കോ ദ്രോഹം ചെയ്തിട്ടില്ല തൃശ്ശൂൽ. ഞാൻ ചെയ്യില്ല തൃശ്ശൂൽ. നീ ദ്രോഹം ചെയ്തിട്ടുണ്ട്. അത് നീ അങ്ങനെ ചിന്തിച്ചു എന്ന് മാത്രം. നീ മനസ്സിലാക്കാനുള്ള സത്യം ഇനിയും ഒരുപാടുണ്ട് തൃശ്ശൂൽ. ഏയ്, വീണ്ടും അതന്നെ പറയാൻ നിക്കല്ലേ. എനിക്ക് ഇനി നിന്റെ സത്യങ്ങളൊക്കെ കേൾക്കാനുള്ള യാതൊരു ഇൻട്രസ്റ്റും ഇല്ല. തൃശ്ശൂൽ, നിന്റെ പ്രണയം നേടാനായി ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ടെന്നറിയോ? ആ പ്രണയത്തെ ഒറ്റ നിമിഷം കൊണ്ട് വേണ്ടെന്ന് പറയരുത് തൃശ്ശൂൽ. എന്റെ പ്രണയത്തിനായിട്ടൊന്നും നീ കഷ്ടപ്പെട്ടിട്ടില്ല. പകരം ഇതുവരെ ചതിക്കായിരുന്നു നീ. വേണ്ട തൃശ്ശൂൽ, നിന്നെ തിരികെ കിട്ടാൻ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടതാ. നിന്നെ സംബന്ധിച്ച് എന്റെ പ്രണയം കള്ളമാണോ? ഞാൻ നിന്നെ പ്രാണനെ പോലെ സ്നേഹിക്കുന്നത് പറഞ്ഞത് കള്ളമാണോ? ശിവാനി, പ്രണയം എന്ന് പറയുന്നതേ ഒരു കണ്ണാടി പോലെ. നമ്മൾ ഏത് രീതിയിലാണോ അതിലേക്ക് നോക്കുന്നത് അതേ രീതിയിലെ പ്രതിബിംബം കാണാൻ സാധിക്കൂ. ഇപ്പോ നമ്മുടെ പ്രണയം പൊട്ടിപ്പോയൊരു കണ്ണാടി പോലെ. അതിൽ പ്രണയമൊന്നുമില്ല, പ്രതിബിംബം പോലും കാണാൻ സാധിക്കില്ല. അല്ല തൃശ്ശൂൽ, അങ്ങനെയൊന്നും പറയല്ലേ. നീ എന്റെ ജീവനാണ് തൃശ്ശൂൽ. നീ ഇനി എന്ത് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല ശിവാനി. ദയവ് ചെയ്ത് എന്റെ ലൈഫിൽ നിന്ന് ഒന്ന് പോയി തരാൻ പറ്റുമോ നിനക്ക്? ഇല്ല, ഞാൻ നിന്നെ വിട്ടങ്ങോട്ട് പോവില്ല. ഞാൻ പോവില്ല. നീ പോയില്ലെങ്കിൽ എന്താ, ഞാൻ തന്നെ പോയിക്കോളാം. ഇല്ല തൃശ്ശൂൽ, ഞാൻ നിന്നെ വിടില്ല. നീ പോവരുത് ശിവാനി, കൈവിട്. വിടാൻ. തൃശ്ശൂൽ പോവല്ല തൃശ്ശൂൽ. ഞാൻ നിന്നെ എങ്ങോട്ട് പോവാൻ സമ്മതിക്കില്ല തൃശ്ശൂൽ.
ഞാൻ നിന്റെ കാല് പിടിക്കാം. മുന്നിൽ നിന്ന് മാറി നിൽക്ക്. ദയവ് ചെയ്ത് എന്നെ വിട്ട് പോവല്ലേ തൃശൂൽ. എനിക്ക് നിന്റെ കൂടെ ജീവിക്കണം തൃശൂൽ. ഹേയ്. എനിക്കിപ്പോ വരുന്ന ദേഷ്യത്തിന് നിന്നെ കൊന്നുകളയാൻ മാത്രം എന്റെ മനസ്സിൽ തോന്നുന്നേ. പക്ഷെ എന്ത് ചെയ്യാനാ, ഞാൻ നിന്നെ ആത്മാർത്ഥമായിട്ട് പ്രണയിച്ചത്. ഈ ലോകത്ത് എവിടെയെങ്കിലും ആത്മാർത്ഥമായിട്ടുള്ള പ്രണയം ഉണ്ടെങ്കിലേ അതെന്റെ മാത്രമായിരിക്കും. ഞാൻ നിന്നെ അത്രയ്ക്ക് പ്രണയിക്കുന്നുണ്ടായിരുന്നു. ആ ഒരൊറ്റ കാരണം കൊണ്ട് നിന്നെ ഞാനിപ്പോ ജീവനോടെ വിടാ. മര്യാദയ്ക്ക് പോയിക്കൊടുന്നേ. തൃശൂൽ, തൃശൂൽ, ദയവ് ചെയ്ത് തൃശൂൽ, ഞാൻ നിന്റെ കാല് പിടിക്കാം. തൃശൂൽ, ഞാൻ നിന്നോട് അപേക്ഷിക്കാണ് തൃശൂൽ, നീ എന്നെ വിട്ട് പോവല്ലേ. എന്റെ വയറ്റിൽ നമ്മുടെ കുഞ്ഞ് വളരുന്നുണ്ട് തൃശൂൽ. ആ കുഞ്ഞിനെ വിട്ടു പോവുകയാണോ നീ? എന്നെ വിട്ടു പോവുകയാണോ? ഈ കുഞ്ഞിനെ നീ ഉപേക്ഷിക്കുകയാണോ? ഇനിയും വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. എന്റെ കാല് പിടിച്ച് വാനി. പ്ലീസ് തൃശൂൽ. ഇതുവരെ എന്റെ മനസ്സിലുണ്ടായിരുന്ന കാര്യങ്ങളൊന്നും ഇപ്പോഴില്ല. എന്റെ മനസ്സിലെ തീരുമാനമേ വേറെയാ. ഈ നിമിഷം മുതൽ ഞാനും നീയും തമ്മിൽ ഇനി യാതൊരു ബന്ധവും ഉണ്ടാവില്ല. നീ ഇപ്പോ എന്റെ മനസ്സിലും മരിച്ചു പോയവളാ. ഇനി അങ്ങോട്ട് നീ ആരോ, ഞാൻ മറ്റാരോ. കാലുവിട്. ഇല്ല, ഞാൻ വിടില്ല. കാല് വിടാനാ പറഞ്ഞേ. തൃശൂൽ, വിടില്ല. വിടില്ല. തൃശൂൽ, തൃശൂൽ, എന്നെ വിട്ട് പോവല്ലേ തൃശൂൽ. തൃശൂൽ, എന്നെ എന്റെ കുഞ്ഞിനെ വിട്ട് പോവല്ലേ തൃശൂൽ. ഞങ്ങളെ വിട്ട് പോവല്ലേ. എടാ ഒന്ന് നിക്കടാ. നീയല്ലേ ആ ഗുരുവിനെ പറ്റി ഒരുപാട് ബിൽഡപ്പ് ഒക്കെ നടത്തിയത്? സമുദ്രത്തിലെ വെള്ളം ഒറ്റയടിക്ക് കുടുകൂടാന്ന് കുടിക്കുന്നവനെന്നും തീകഷ്ണം കടല ചവച്ചരിച്ച് തിന്നുന്ന പോലെ എന്നൊക്കെ ആയിരുന്നില്ലേ നിന്റെ ബിൽഡപ്പ്? ഇപ്പൊ എന്താടാ നിനക്ക് അതിനെ കുറിച്ചൊന്നും പറയാനില്ലേ? ഫു, ഇവന്റെ വാക്ക് കേട്ട നമ്മള് മണ്ടനായില്ലേ? നാഗറാണി ആരാണെന്ന് കാണാനേ പറ്റിയിട്ടില്ല. അതെ, ഒന്ന് കണ്ടിരുന്നേല് അവിടുന്ന് രക്ഷപ്പെടാൻ വളരെ എളുപ്പമായിരുന്നേ അല്ലേ? ഇതെല്ലാം ഒഴിവാക്കിയിട്ട് വേറെന്തെങ്കിലും മാർഗം നോക്കുന്നതല്ലേ. ഇവയെല്ലാം യക്ഷിണി വിദ്യ നടത്തും. അതുകൊണ്ട് വേഗം അവരെ കണ്ടുപിടിക്കാൻ പറ്റില്ല. നാഗമാണിക്യം കിട്ടുകയില്ല. എടാ, എന്റെ നാട്ടില് പേര് കേട്ടാ നല്ല ഒന്നാന്തര സ്വാമിമാരെ കിട്ടും. നമുക്കൊന്ന് ശ്രമിച്ചു നോക്കിയാലോ? ഏയ്, വെറുതെ ഓരോന്ന് സംസാരിക്കാതെ. ഗുരുജി എത്രത്തോളം പവർഫുൾ ആണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് കൂടുതൽ സംസാരിക്കണ്ട. അദ്ദേഹത്തിന് അത്ര ശക്തി ഉള്ളതുകൊണ്ടാണ് ക്ഷേത്രം പച്ച നിറത്തിൽ കാണാനായത്. അവയുണ്ടായിരുന്ന സ്ഥലവും മനസ്സിലായില്ലേ? നാഗങ്ങൾ നമ്മുടെ കണ്ണിൽ കണ്ടില്ലെന്ന് കരുതി അത് ഗുരുവിന്റെ കുഴപ്പമാണോ? നീ പറയുന്നത് ശരിയാ. ഗുരുക്കൾ ഒരു അരവട്ടനെ പോലെ പെരുമാറുന്നത്. നമ്മൾ പറയുന്നൊന്നും കേൾക്കുകയില്ല, അയാളായിട്ടൊന്നും ചെയ്യേയില്ല. ഇങ്ങേരുടെ താളത്തിനൊത്ത് നമ്മൾ തുള്ളണം. നമ്മുടെ കാശ്, നമ്മുടെ പരിശ്രമം എല്ലാം വേസ്റ്റാണ്. മുതലാളിയെ പറ്റിയാണെങ്കിൽ ഇതുവരെ യാതൊരു വിവരവും ഇല്ല. ഈ ഗുരുക്കളായിട്ടൊന്നും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ വേറെന്തെങ്കിലും തീരുമാനം എടുക്കണം. ഇപ്പൊ എന്തായാലും ആരും ഒരു തീരുമാനം എടുക്കണ്ട. ഞാൻ ഒരു തവണ കൂടി ഗുരുവിന്റെ അടുത്ത് സംസാരിക്കാം. അത് കഴിഞ്ഞ് അടുത്ത തീരുമാനം എടുക്കാം. വണ്ടേ കയറി. അമ്മേ, വേഗം ഒന്ന് വാ അമ്മേ. ഏട്ടനും ഏട്ടത്തെയും വന്നാലുടനെ പറയണമെന്ന് പറഞ്ഞില്ലേ? അവര് വന്നു, വാ. എന്തിനാണ് നാട്ടുകാർ കേൾക്കുന്ന രീതി ഒച്ചയെടുക്കുന്നത്? തൃശൂർ, നീ ഒറ്റയ്ക്കാണോ ഇങ്ങോട്ട് വന്നത്? ശിവാനി എവിടെ? അവൾ എവിടെയുണ്ടാവണം അവിടെയുണ്ട്. എനിക്കറിയില്ല. എന്നാൽ അവൾ എവിടെയുണ്ടാവാൻ പാടില്ലയോ അവിടെ എന്തായാലും ഇല്ല. അത് ഏറ്റവും വലിയ സമാധാനം. തൃശൂർ, നിന്നെ നീ എന്തൊക്കെയാ പറഞ്ഞിട്ട് പോന്നേ? ഒന്നുമില്ലമ്മേ, വിട്ടുകളെ. തൃശൂൽ, ശിവാനി എവിടെ മോനെ? അത്
അവള് വരുന്നുണ്ട്, വരും. അത് പിന്നെ അവളുടെ വീട്ടുകാരാരെയോ കണ്ടിരുന്നു. സംസാരിച്ചിട്ട് വരാമെന്ന് എന്നോട് പറഞ്ഞേ. വേഗം തന്നെ വരും. അവളുടെ വീട്ടുകാരോ? അവളുടെ വീട്ടുകാരെന്ന് വെച്ചാ ഈ നാട്ടില് നമ്മൾ മാത്രമല്ലേ ഉള്ളൂ? അതോ ഇനി അവളുടെ അച്ഛനമ്മയും വന്നോ? അല്ല, അവളുടെ വീട്ടുകാരാണെങ്കിൽ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരികയല്ലേ വേണ്ടത്, അല്ലാതെ വഴിയിൽ എന്തിനാ വിട്ടിട്ട് വന്നത്? ചെല്ലുമോനെ, നീ ചെന്ന് അവളെയും അവളുടെ വീട്ടുകാരെയും ഇങ്ങ് വിളിച്ചോണ്ട് വാ. അവളവിടെ ആരോട് വേണമെങ്കിലും സംസാരിച്ച് നിൽക്കട്ടെ, എനിക്കെന്താ? നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്ക്. നീ എന്തിനെങ്ങനെ ദേഷ്യപ്പെടുന്നേ? ഓ, ഭാര്യ കൂടെ വരാത്തതുകൊണ്ടായിരിക്കും ഞങ്ങളോടൊക്കെ ദേഷ്യപ്പെടുന്നത് അല്ലേ? ദേ നോക്ക്, നീ എന്ത് വേണേലും പറഞ്ഞോ, ശിവാനി എന്റെ മരുമകളാ, ഞാൻ അവളുടെ വാക്കേ കേൾക്കൂ. നിനക്ക് അവളോട് എത്രത്തോളം ഇഷ്ടമുണ്ടെന്ന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം മോനെ. അങ്ങനെയുള്ള നീ അവള് സംസാരിച്ച് തീരുന്നത് വരെ അവിടെ നിന്നിട്ട് അവളെയും കൂട്ടി വരായിരുന്നില്ലേ? പാവം എന്റെ മോള്. ഇപ്പൊ ഏട്ടത്തി ഇങ്ങോട്ട് വരും, അപ്പൊ ചേട്ടൻ മിണ്ടാതിരിക്കും. ഇനിയിപ്പോ ചേട്ടൻ മിണ്ടിയാലോ, അപ്പൊ ഏട്ടത്തി മിണ്ടാതിരിക്കും. അന്നേരാണെങ്കിൽ മിണ്ടെന്ന് പറഞ്ഞ ഏട്ടൻ ഇങ്ങനെ പുറകെ നടക്കും. എല്ലാവരും എത്ര പാവങ്ങളാ, എല്ലാവരും എത്ര നല്ലവരാ. ഇവർക്ക് ആർക്കൊന്നും അറിയില്ല. അവളെ എല്ലാവരും എന്തുമാത്രം വിശ്വസിക്കുന്നു. എന്നാൽ അവളെല്ലാവരും ചതിച്ചു കളഞ്ഞില്ലേ? നിനക്ക് എങ്ങനെ ഇതിന് മനസ്സ് വന്നു? എവിടെയാടാ അവള്? അവൾ ഈ വീട്ടിലുണ്ടെങ്കിൽ വീട്ടിലൊരു ഐശ്വര്യം ഉള്ളൂ. അവളുണ്ടെങ്കിൽ വീടിന് ഒരു ഐശ്വര്യം വരാൻ പോകുന്നില്ല. ഈ വീടിന്റെ ഐശ്വര്യക്കേടെ അവൾ തന്നെ. ഐശ്വര്യം മാത്രമല്ല ദമയന്തി, അവൾ ഇവിടെ ഉണ്ടെങ്കിലേ ഈ വീടിനൊരു സന്തോഷവും ഐശ്വര്യവും ഉണ്ടാവൂ. അവള് ഈ വീടിന്റെ മഹാലക്ഷ്മിയാ. അവള് മഹാലക്ഷ്മി അല്ലമ്മേ, അവള് മഹാനാഗറാണിയാ. അവള് നമുക്കും നമ്മുടെ വീട്ടുകാർക്കും ശല്യം ചെയ്യാൻ വന്ന നാഗറാണിയാണ്. അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലല്ലോ. എടാ, നീ ഒന്ന് വിഷമിക്കാതിരിക്കുക. നിന്റെ മുഖം കണ്ടിട്ട് സഹിക്കുന്നില്ല. പോയി അവളെ വിളിച്ചോണ്ട് വാ. ഒരുപാടങ്ങ് പ്രേമിക്കാൻ നടന്നാ ഇങ്ങനെയൊക്കെ സംഭവിക്കും. വരം നേടാനായി തപസ് ചെയ്തവൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട ശാപം കൊടുക്കുകയാണല്ലോ ചെയ്തത്. ഞാൻ ഇച്ഛാധാരി നാഗമാണെന്നുള്ള കാര്യം തിരിച്ചറിയുമ്പോ അതെന്റെ ജീവിതത്തിലെ നല്ലൊരു ദിവസമായിരിക്കും ഞാൻ കരുതിയത്. അതുപോലെ തൃശ്ശൂരിലാണ് ആദിശേഷനെന്ന് സ്വയം തിരിച്ചറിയണമെന്ന് ഞാൻ എത്ര ആഗ്രഹിച്ചതാണ്. പക്ഷെ അവൻ മനസ്സിലാക്കിയത് ഒരേ ഒരു സത്യം മാത്രമാണ്, ഞാൻ നാഗകന്യകയാണെന്നുള്ള സത്യം മാത്രം. ഓരോ നിമിഷവും എന്റെ ജീവിതത്തിലെ പ്രതിസന്ധികൾ തന്നുകൊണ്ടിരിക്കുകയാണല്ലോ ദൈവമേ. എന്നെ എന്തിനാണ് ഇങ്ങനെ പരീക്ഷിക്കുന്നത്? ഇനി എന്തെല്ലാം അഗ്നി പരീക്ഷകളെ ഞാൻ നേരിടേണ്ടതായി വരും ദൈവമേ. അവന്റെ മുന്നിൽ ഒരൊറ്റ നിമിഷം കൊണ്ട് എന്റെ ലക്ഷ്യം, സ്ഥാനം, ആഗ്രഹങ്ങൾ എല്ലാം നശിച്ചു പോയല്ലോ. എന്താ ചെയ്യാ? ഞാനിനി എന്താ ചെയ്യേണ്ടത്? ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന്? എന്താ എന്താ എന്നെ കാണുമ്പോ നിനക്ക് ചിരി വരുന്നുണ്ടോ? അതുപോലെ തമാശ പറയുന്ന പോലെ തോന്നുന്നുണ്ട് എന്നെ കാണുമ്പോ. ഒരുപാട് കളിച്ചു നീ എന്റെ ജീവിതത്തില്. ചെയ്യേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് ഇപ്പൊ ഇരുന്ന് ചിരിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ. നിന്നെ ഞാൻ
ഇപ്പൊ എന്റെ ജീവിതത്തിൽ എവിടെയും നീ ഇല്ല. എന്നിട്ടും നീ എന്നെ നോക്കി ചിരിക്കുവാണോ? നിനക്ക് അത്രയ്ക്ക് ധൈര്യമാണോ? നിന്നെ ഞാൻ ചുട്ട് ചാമ്പലാകാൻ പോവാ.